ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി വ്ളോഗാണ്, ഒരു ഈവനിങ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് പെൻഡിങ്ങിലിട്ടൊരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ അതെന്തായാലും ഇന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി എന്നറിയാം. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു. എനിവേ ഞാൻ വീണ്ടും എത്തി. അപ്പോൾ ഞാൻ ക്ലാസ് കണ്ടിട്ടാണ് പഠിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നോട്ട് എഴുതിയെടുക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ഇയർ A4 ഷീറ്റിലായിരുന്നു ഷോർട്ട് നോട്ട് എഴുതിക്കൊണ്ടിരുന്നത്, പക്ഷേ ഈ വർഷം ഞാൻ നോട്ടാക്കി. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ ഇങ്ങനെ എവിടെയൊക്കെയോ വെച്ച നോട്ട് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ കാണാണ്ടാവും. അങ്ങനെ അത് തപ്പി കുറേ സമയം പോവും. അപ്പോൾ അതിലും നല്ലത് ബുക്കിൽ തന്നെ എഴുതുന്നതാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ വട്ടം അങ്ങനെ ആക്കിയത്. അപ്പോൾ ക്ലാസ്സിൻ്റെ സ്ലൈഡിൽ കുറച്ച് ടഫായ രീതിയിലൊക്കെ തിയറീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് കുറച്ച് സിംപ്ലിഫൈഡ് ആയ രീതിയിൽ ഗൈഡ് നോക്കിയിട്ട് നോട്ടിലേക്ക് എഴുതിയെടുക്കുന്നുണ്ട്. സംഭവം വെച്ചാൽ രണ്ടും സെയിം തന്നെയാണ്, പക്ഷെ ഒന്ന് കുറച്ച് ടഫായ ഒരു സെൻറ്റൻസിൽ മറ്റേത് കുറച്ച് സിമ്പിളായ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന സെൻറ്റൻസുമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാസ് 12 CBSEയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ബോർഡ് എക്സാമിന് വേണ്ടി നല്ല രീതിയിലായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഓസ്വാൾ ബുക്സ് അവരുടെ 15 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബുക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്സിൽ നിങ്ങൾക്ക് ഒത്തിരി സാമ്പിൾ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, അത് സോൾവഡും ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ ബോർഡ് എക്സാമിന് കിട്ടുന്നതായിരിക്കും. ഓസ്വാളിൻ്റെ ബുക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടിയിട്ടാണ് അവർ ഓരോ ആൻസേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കിയിട്ട് തന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ബുക്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും മൈൻഡ് മാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള റിവിഷന് വേണ്ടിയിട്ട് ഇത് നന്നായി യൂസ്ഫുൾ ആകും. ആൻഡ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താ വെച്ചാൽ ഇതിൽ കോമൺലി മെയ്ഡ് എറേഴ്സും അതിൻ്റെ ആൻസറിങ് ടിപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓസ്വാളിൻ്റെ സാമ്പിൾ പേപ്പേഴ്സ് അവരുടെ വെബ്സൈറ്റിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ എൻ്റെ കൂപ്പൺ കോഡായ ആദ്യ 10 യൂസ് ചെയ്ത് ഓസ്വാളിൻ്റെ സൈറ്റിൽ നിന്ന് ബുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ടോട് കൂടി ബുക്ക് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബോർഡ് എക്സാം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനെ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കുറേ കാലങ്ങളായി ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു ആ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാൻഡ്, ഒരു പുസ്തകം വെക്കുന്ന ആ ഒരു ഷെൽഫ് ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന്. കാരണം അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ അത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഞാൻ ചെയ്തെന്താ വെച്ചാൽ 2ആയിട്ട് തിരിച്ചു അത്, എന്നിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ സാധനത്തിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ഞാൻ മീഷോന്ന് ജസ്റ്റ് പർച്ചേസ് ചെയ്തതായിരുന്നു. അങ്ങനെ അതൊരു വിധത്തിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മാത്സിൻ്റെ റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഇത് അന്നേ കഴിഞ്ഞ ലാബിൻ്റെയാണ്, പക്ഷേ ഇനി നാളെയാണ് ഇത് ലാസ്റ്റ് ഡേറ്റ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് രാത്രി ഇരുന്ന് എഴുതുകയാണ്. പക്ഷേ കോമഡി എന്താ വെച്ചാൽ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ പല ആൻസേഴ്സും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിത് സ്കൂളിൽ പോയിട്ട് എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അടുത്ത റെക്കോർഡായ സുവോളജി കുറച്ചധികം വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പകുതിയോളം വരച്ച് വെച്ചു. എനിക്ക് കുറേ എഴുതാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി എനിക്ക് പഠിക്കാൻ ഒന്നും ഒട്ടും മൂടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കംഫർട്ട് മൂവിയായ ചാർലി കുറച്ച് സമയം ഇരുന്ന് കണ്ടു. അപ്പോൾ ചാർലി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.